നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിന് ഇനി ഈ സീസണിൽ ട്രോഫി കിട്ടാനുള്ള സാധ്യത തീരെ കുറവാണ്. അല്ലെങ്കിൽ പിന്നെ ലാലിഗയിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എംബാപ്പയുടെ, വിനിയുടെ ഒക്കെ അടക്കം റയലിൻ്റെ താരങ്ങളുടെ ബാലൻഡിയോർ സാധ്യത വല്ലാതെ മങ്ങിയിരിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ വേൾഡ് കപ്പിലും ഇന്നും പ്രകടനം നടത്തി കിരീടം അങ്ങ് ചൂടണം. എംബാപ്പയ്ക്കൊക്കെ അതിന് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. കാരണം എംബാപ്പെ അത്രയും മികച്ച പ്രകടനം ക്ലബിൽ നടത്തിയിട്ടുണ്ട്, പക്ഷെ ടീം ജയിച്ചിട്ടില്ല. അതുകൂടി നോക്കാറുണ്ടല്ലോ. അത് ഇൻഡിവിജ്വൽ അവാർഡാണെന്നൊക്കെ പറഞ്ഞാലും ടീമിൻ്റെ വിജയത്തിൽ എന്ത് സംഭാവന ചെയ്തു എന്നുള്ളത് കൂടി പരിഗണിക്കും. അപ്പോൾ പിന്നെ എംബാപ്പയ്ക്ക് ഇനി ബാലൻഡിയോർ നേടാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ, വേൾഡ് കപ്പിൽ മിന്നിക്കത്തി കളിച്ച് കപ്പ് അങ്ങെടുക്കുക. വിനിക്കും അതേ മാർഗ്ഗമുള്ളൂ. നമ്മളേതായാലും ഏറ്റവും പുതിയ പവർ റാങ്കിങ്, ബാലൻഡിയോർ പവർ റാങ്കിങ് ഒന്ന് പരിശോധിക്കുകയാണ്. 20 പേരുടെ പവർ റാങ്കിങ് ആണ് എടുക്കുന്നത്. 20-ാം സ്ഥാനത്ത് ഫെഡെ വാൽവെർദെ, റയൽ മാഡ്രിഡിനായിട്ട് 10 ഗോളും 12 അസിസ്റ്റും ഒക്കെ അദ്ദേഹം നേടിയിട്ടുണ്ട്. സീസണിൽ അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് ഈ ഗോളും അസിസ്റ്റും വെച്ചല്ല അളക്കേണ്ടതെന്നറിയാം. എന്നാലും അതാണല്ലോ നമ്മൾ ഒരു കണക്കായിട്ടെടുത്ത് വെക്കുന്നത്. 19-ാമത് പെഡ്രിയാണ്, ബാഴ്സലോണയുടെ താരം. പരിക്ക് അദ്ദേഹത്തെ വലച്ചൊരു സീസണാണ്. അദ്ദേഹം 4 ഗോളുകളും 10 അസിസ്റ്റും നേടുകയുണ്ടായി. മധ്യനിരയിൽ അദ്ദേഹം ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ മുത്തമിടുകയും ചെയ്തു. 18-ാമത് ലൗട്രോ മാർട്ടിനസ് ആണ്. ഈ പറഞ്ഞ പോലെ പരിക്ക് വലച്ച സീസൺ അദ്ദേഹത്തിനും 24 ഗോളുകളും 6 അസിസ്റ്റുകളുമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. 17-ാമത് ക്രിസ്ത്യാനോ റൊണാൾഡോ, അൽ നസറിനായിട്ട് വീണ്ടും പ്രകടനം നടത്തുന്നു. വേൾഡ് കപ്പിൽ അദ്ദേഹം മിന്നിക്കത്തി കളിച്ച് വീണ്ടും ബാലൻഡിയോറിലേക്ക് എത്തുമോ എന്നുള്ളത് കണ്ടറിയണം. 30 ഗോളുകളും 6 അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിന് ഈ സീസണിലുള്ളത്. 16-ാമത് ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ട് ഗംഭീരമായ പ്രകടനമാണ് അദ്ദേഹം ഈ സീസണിൽ നടത്തിയിരിക്കുന്നത്. 11 ഗോളുകളും 21 അസിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. 15-ാമത് ലിയോ മെസ്സി. ഇന്റർ മയാമിക്ക് അത്ര നല്ലൊരു കാലഘട്ടമല്ലെങ്കിലും മെസ്സി അവിടെ പൊളിച്ചെടുക്കുന്നുണ്ട്. 29 ഗോളുകളും 19 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ സംഭാവന. MLS കപ്പിൽ മുത്തമിടുകയും ചെയ്തിട്ടുണ്ട്. 14-ാമതാണ് വിനി ജൂനിയർ. റയൽ മാഡ്രിഡ് പുറത്തായി. വിനിയുടെ ബാലൻഡിയോർ സാധ്യത തീരെ മങ്ങിയിട്ടുണ്ട്. 18 ഗോളുകളും 14 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ സംഭാവന. 13-ാമത് ഗബ്രിയൽ മെഗല്ലസ് ആണ്. ആഴ്സണലിൻ്റെ ഡിഫൻസിലെ ബ്രസീലിയൻ ശക്തി ദുർഗം. 4 ഗോളുകളും 5 അസിസ്റ്റുകളും ഡിഫൻഡറായിട്ട് പോലും, സെൻറ്റർ ബാക്ക് ആയിട്ട് പോലും അദ്ദേഹം നേടിയിട്ടുണ്ട്. 24 ക്ലീൻ ഷീറ്റുകളുണ്ട്. 12-ാം സ്ഥാനത്ത് വരുന്നത് റാഫീഞ്ഞയാണ്. ഈ പറഞ്ഞ പോലെ പരിക്ക് വലച്ചൊരു സീസണാണ് റാഫീഞ്ഞക്കും. എന്നിട്ടും 19 ഗോളുകളും 8 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. സൂപ്പർ കോപ്പ ഡി എസ്പാനയിലും മുത്തമിട്ടിട്ടുണ്ട്. 11-ാം സ്ഥാനത്ത് ക്വിച്ച കാർഡസ്കേലിയ. വേൾഡ് കപ്പിൽ നമ്മൾ അദ്ദേഹത്തെ മിസ് ചെയ്യും, പക്ഷേ PSG ആയിട്ട് പൊളിച്ചെടുക്കുകയാണ്. 16 ഗോളുകളും 9 അസിസ്റ്റുമുണ്ട്. ട്രോഫിഡസ് ചാമ്പ്യൻസിൽ മുത്തമിട്ടിട്ടുണ്ട്. യുവേഫ സൂപ്പർ കപ്പിൽ മുത്തമിട്ടിട്ടുണ്ട്. ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പിൽ മുത്തമിട്ടിട്ടുണ്ട്. 10-ാമത് ഡെക്ലാൻ റൈസ് ആണ്. ആഴ്സണലിനായിട്ട് പൊളിച്ചെടുക്കുന്ന പ്രകടനമാണ് താരം നടത്തിയത്. 6 ഗോളുകളും 13 അസിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ പേരിലുമുണ്ട്. 9-ാമതാണ് വിറ്റീഞ്ഞ, പാരീസ് സെന്റ് ജർമൻ്റെ പാസിംഗ് മാസ്റ്റർ. 7 ഗോളുകളും 10 അസിസ്റ്റുകളുമായിട്ട് അദ്ദേഹം അതിലും തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറം കളി നിയന്ത്രിക്കുന്നതിൽ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന താരമാണ്. ട്രോഫിഡസ് ചാമ്പ്യൻസിൽ മുത്തമിട്ടു. യുവേഫ സൂപ്പർ കപ്പിൽ മുത്തമിട്ടു. ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പിൽ മുത്തമിട്ടു. 8-ാമത് ഹുലിയൻ അൽവാരസ്. എന്തൊരു പ്രകടനമാണ് അത്ലറ്റിക്കോ മാഡ്രിഡിനായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടീം സെമിഫൈനലിലേക്ക് എത്തിയിട്ടുമുണ്ട്. 19 ഗോളുകളും 10 അസിസ്റ്റുകളുമാണ് അർജന്റീൻ സൂപ്പർ താരത്തിൻ്റെ പേരിലുള്ളത്. 7-ാമത് ഓസ്മാൻ ഡെംബലെ. കഴിഞ്ഞ സീസണിലെ ബാലൻഡിയോർ വിന്നറാണ്. പരിക്ക് അദ്ദേഹത്തെ ഈ സീസണിൻ്റെ തുടക്കത്തിൽ വല്ലാതെ വലച്ചു, പക്ഷേ ഇപ്പോൾ അദ്ദേഹം മിന്നും ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. 16 ഗോളുകളും 9 അസിസ്റ്റുകളും സ്വന്തം പേരിലുണ്ട്. ട്രോഫിഡസ് ചാമ്പ്യൻസിലും യുവേഫ സൂപ്പർ കപ്പിലും ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പിലും മുത്തമിട്ടിട്ടുണ്ട്. 6-ാമത് എർലിംഗ് ഹാലൻഡ് ആണ്. ഗോളടി മെഷീൻ. എവിടെയോ ഇടക്കൊന്ന് മെഷീന് സ്ലോ ആയി പോയോ സംശയമുണ്ട്. എന്നാലും 46 ഗോളുകൾ ഈ സീസണിൽ അടിച്ചിട്ടുണ്ട്. 9 അസിസ്റ്റുകളുമുണ്ട്. കറബാവോ കപ്പിൽ മുത്തമിട്ടിട്ടുമുണ്ട്. ഇനിയിപ്പോൾ പ്രീമിയർ ലീഗ് പിടിക്കുമോ? ആഴ്സണലിൽ പോക്ക് കണ്ടാൽ സിറ്റിക്ക് സാധ്യത ഇപ്പോഴും ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ്. ലൂയിസ് ഡയസ് 5-ാമത് ബയൺ മ്യൂണിക്കിലേക്ക് ചേക്കേറിയ ശേഷം അവൻ നടത്തിയ മാന്ത്രിക പ്രകടനങ്ങൾ എത്രയാണ്. 26 ഗോളുകളും 20 അസിസ്റ്റുകളും അദ്ദേഹം നേടിയിട്ടുണ്ട്. DFL സൂപ്പർ കപ്പിൽ മുത്തമിട്ടിട്ടുമുണ്ട്. 4-ാമത് ലാമിനെ യമാൽ, ബാഴ്സലോണയുടെ വണ്ടർ കിഡ്. സീസണിൽ തൻ്റെ പേര് തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ഫുട്ബോൾ ചരിത്രത്തിൽ ഊന്നി രേഖപ്പെടുത്തിയൊരു സമയമാണ്. 24 ഗോളുകളും 20 അസിസ്റ്റുകളുമുണ്ട്. സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ മുത്തമിട്ടിട്ടുമുണ്ട്. 3-ാമത് കിലിയൻ എംബാപ്പയുടെ സാധ്യത വേൾഡ് കപ്പിനനുസരിച്ചിരിക്കും നമ്മൾ വിശദീകരിച്ചു. 46 ഗോളുകളും 9 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. 2-ാമത് മൈക്കൽ ഒലീസെ. മാന്ത്രിക പ്രകടനം നടത്തുന്ന താരം. ബയൺ മ്യൂണിക്കിൻ്റെ ശക്തി ദുർഗം. 19 ഗോളുകളും 31 അസിസ്റ്റുകളുമുണ്ട്. DFL സൂപ്പർ കപ്പിൽ മുത്തമിട്ടിട്ടുണ്ട്. 1-ാമത് മറ്റൊരു ബയേൺ താരം ഹാരി കെയ്ൻ. ഗോൾ അടിച്ചങ്ങ് തിമിർക്കുകയാണെന്നേ. 55 ഗോളുകളായി സീസണിൽ അടിച്ചത്.
6 അസിസ്റ്റുകളുമുണ്ട്. DFL സൂപ്പർ കപ്പിൽ മൊത്തം ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും പുതിയ ബാലൻ ഡിയോർ പവർ റാങ്കിങ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് എത്താം.